ഇന്ന് വാട്ടർ മെട്രോ വഴി ഫോർട്ട് കൊച്ചിയിലോട്ട് ഒരു യാത്ര പോയാലോ? അവിടെ നമുക്ക് സൂര്യാസ്തമയം കാണാം, ചീനവലകൾ കാണാം. അവിടെ നമുക്ക് കുറേ കാഴ്ചകൾ കണ്ടുവരാം. അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിലുള്ള ഹൈക്കോർട്ട് മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സാൻവിതേ കളിച്ച് മെട്രോ സ്റ്റേഷന്റെ മുമ്പിൽ എത്തിക്കുകയാണ്. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ ഞാനാണ് ക്യൂ നിന്നത്. 2 വയസ്സിന് മുകളിലോണ്ട് സാൻവിക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറി. ഞങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന അങ്കിളെ ആന്റിയും പരിചയപ്പെട്ടു. ആ അങ്കിൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് സ്കൂളിൽ പോവാൻ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ആ ആന്റിയുടെ സ്കൂൾ ടീച്ചറായിരുന്നു. ആ ആന്റിയുടെ ക്ലാസ് ഫോട്ടോ ഒക്കെ എനിക്ക് കാണിച്ചു തന്നായിരുന്നു. ആ ആന്റിക്ക് കുട്ടികളെ നല്ല ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളോട് നന്നായി പഠിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഫൈനലി ഞങ്ങൾ വാട്ടർ മെട്രോയിലോട്ട് കയറുകയാണ് ഗായ്സ്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ. ട്രാവൽ ചെയ്യുമ്പോൾ വിൻഡോ സീറ്റിൽ ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ അത് എനിക്ക് കിട്ടിയില്ല. വിൻഡോ സീറ്റിൽ ഇരുന്ന് നമുക്ക് കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. അങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു ഫ്രണ്ട്സ്. ഞാനൊരു സീറ്റിലും അതിൻ്റെ ഓപ്പോസിറ്റ് സീറ്റിലായിരുന്നു അച്ഛനമ്മയും ഇരുന്നായിരുന്നത്. ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനും സാൻവിയും കൂടി വിൻഡോ സൈഡിലോട്ട് പോയി. ഈ വിൻഡോയിലൂടെ കൊച്ചി കായൽ കാണാൻ നല്ല രസമാണ് ഫ്രണ്ട്സ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സാൻവിക്ക് ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാൻവി എൻ്റെ സീറ്റിൽ വന്ന് ഇരുന്നു. സാൻവി എവിടെ പോയാലും ഇതേപോലെ ചെറിയ കുറുമ്പുകളൊക്കെ കാട്ടിക്കൊണ്ടിരിക്കും. ഞാൻ പിന്നെ വിൻഡോ സീറ്റിലൂടെ ഞാൻ കുറേ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. വിൻഡോയിലൂടെ നോക്കിയപ്പോൾ ഞങ്ങൾ കുറേ ബോട്ടും ചെങ്കാറും കണ്ടു ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തി. അവിടെ വേറൊരു വാട്ടർ മെട്രോ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്തു. അവിടെയുള്ള മെട്രോ പോയപ്പോൾ ഞങ്ങളുടെ മെട്രോ എല്ലാം നീങ്ങി. ബോട്ട് തിരിച്ചപ്പോൾ ആകെ കുലുങ്ങി. ഞങ്ങളാകെ പേടിച്ചു ഫ്രണ്ട്സ്. മെട്രോന്ന് ഇറങ്ങിയപ്പോൾ അങ്കിളുടെ ആന്റിയും കണ്ടു. അപ്പൊ അവര് ഞങ്ങളുടെ അടുത്ത് ബായ് എന്ന് പറഞ്ഞിട്ടാ പോയത്. പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കരിക്ക് വാങ്ങിച്ചു തന്നു. ഞാനും സാൻവിയും കൂടി ആ കരിക്ക് കുടിച്ചു. അങ്ങനെ കരിക്ക് കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ട് നടന്നു. ഇവിടെ ഞങ്ങൾ ആദ്യം കണ്ടത് ചീനവലകളാണ്. ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയി. പക്ഷെ എനിക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. അവിടെ നിറച്ചും തിരക്കായിരുന്നു.
പിന്നെ ഞങ്ങൾ ബീച്ച് സൈഡിലൂടെ കാഴ്ചകൾ കണ്ട് നേരെ നടന്നു. ഞങ്ങൾ ചോളൊക്കെ വാങ്ങിച്ച് ഞാനും സാബി അത് കഴിച്ചുകൊണ്ട് നടന്നു. ഞാൻ നല്ല സ്പൈസി ആയിട്ടുള്ള ചോളാണ് വാങ്ങിച്ചിരുന്നത്. സാൻവിക്ക് എന്തോ ഇഷ്ടമായില്ല തോന്നുന്നു, അതുകൊണ്ട് തിരിച്ച് അമ്മയുടെ കയ്യിൽ തന്നെ കൊടുത്തു. പിന്നെ കുറച്ചു നേരം നടന്നപ്പോൾ ഞങ്ങൾ കടല കണ്ടു. അപ്പോൾ സാൻവിക്ക് കടല വേണം എന്ന് പറഞ്ഞപ്പോൾ അതും വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കടലയും കഴിച്ച് ഞങ്ങൾ ബീച്ചിലെ കാഴ്ചകൾ കണ്ടു. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നപ്പോഴാണ് മ്യൂസിക് ബാൻഡിന്റെ സൗണ്ട് കേട്ടത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ മ്യൂസിക്കും ആസ്വദിച്ച് സൂര്യാസ്തമയം കാണാൻ പോയി. ഞങ്ങളവിടെ സൂര്യാസ്തമയം കാണുമ്പോൾ സാൻവി അവിടെ കടലിലെ തിരമാലകൾ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. സൂര്യാസ്തമയം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഫോട്ടോ എടുക്കുന്നത് സ്പോട്ട് കണ്ടു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി. ആദ്യം ഞാൻ കയറി ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് സാൻവി കയറി ഫോട്ടോ എടുത്തു. അച്ഛൻ പറഞ്ഞു രണ്ടുപേരും കൂടി ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ സാൻവി കേട്ടില്ല. അവൾ അപ്പോഴും കുറുമ്പ് കാട്ടി. അങ്ങനെ അവൾ വാശി കാണിച്ചപ്പോൾ ഒറ്റക്ക് ഒരു ഫോട്ടോ കൂടി എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ചു ദൂരം കൂടി നടന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പട്ടം വിൽക്കുന്ന ആളെ കണ്ടു. പിന്നെ ഞങ്ങൾ പട്ടം വാങ്ങിക്കാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് പോയി. പിന്നെ ഞങ്ങൾ പട്ടം വാങ്ങിച്ച് അതെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി. ഇന്നിപ്പോൾ ഞങ്ങൾ പട്ടവുമായി ബീച്ചിലോട്ട് ഇറങ്ങി. ഞാൻ ബീച്ചിൽ പട്ടം പറത്തിക്കൊണ്ട് കളിച്ചു. സാൻവി മണ്ണിലും കളിച്ചോണ്ടിരുന്നു. സാൻവി അവിടെ ഒരു ബോളിലെടുത്ത് കളിക്കുകയായിരുന്നു.
അപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ സാൻവി ആ ബോട്ടിലെടുത്ത് കുഴിച്ചിട്ടു. പിന്നെ ഞാൻ തിരയിൽ കളിക്കാൻ വേണ്ടി ബീച്ചിലോട്ട് ഇറങ്ങി. അവിടെ വേറെയും കുറെ പേര് തിരയിൽ കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സാൻവിയും എന്റെ കൂടെ കളിക്കാൻ ഇറങ്ങി. ബീച്ചിൽ നിന്ന് കയറിയിട്ട് സാൻവിയും പിന്നെ പട്ടം പറത്താൻ തുടങ്ങി. പിന്നെ ഏകദേശം ഇരുട്ടായപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവാൻ റെഡിയായി. പിന്നെ ഞങ്ങൾ ബീച്ച് സൈഡിലൂടെ നടന്ന് ഞങ്ങൾ വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. അച്ഛനാണ് ടിക്കറ്റ് എടുക്കാൻ നിന്നത്. നിങ്ങൾ ഈ ബോർഡ് ശ്രദ്ധിച്ചോ ഫ്രണ്ട്സ്? ഇതിനെന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടോ? ആ ബോർഡിൽ കുറേ ലാംഗ്വേജില് എൻ്റെ ഫോർട്ട് കൊച്ചി എഴുതിയിട്ടുണ്ട്. ഞാൻ എത്ര തെരഞ്ഞിട്ടും എനിക്കാകെ 3 ലാംഗ്വേജേ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി മാത്രമേ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ ഫ്രണ്ട്സ്. ഇതിൽ കൂടുതൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ വാട്ടർ മെട്രോ വന്നപ്പോൾ ഞങ്ങൾ അതിലേക്ക് കയറാൻ വേണ്ടി പോയി. പോയപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് ആയിരുന്നു കിട്ടിയത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നൈറ്റ് ആയതുകൊണ്ട് വാട്ടർ മെട്രോയിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തായിരുന്നു. കപ്പൽ പോണ്. അവസാനം ഞങ്ങൾ ഹൈക്കോർട്ട് ജംഗ്ഷനിലെത്തി. ഇറങ്ങാൻ നേരം ഫ്ലൈറ്റിനെ പോലെ ഒരു എയർ ഹോസ്റ്റസിനെ ഞങ്ങൾ സ്ക്രീനിൽ കണ്ടു. മെട്രോ സ്റ്റേഷന്റെ പുറത്തിറങ്ങിയപ്പോൾ എൻട്രൻസിൽ പോയി ഞങ്ങൾ എല്ലാവരും ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ കുറേ കാഴ്ചകൾ കണ്ടു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ, ബൈ.